തൻ്റെ എല്ലാ അദബുകളെയും പാലിക്കണം, എല്ലാ മര്യാദകളെയും പാലിക്കണം. മക്കൾക്ക് വേണ്ടി മാതാപിതാക്കളുടെ ദുആ വളരെ പ്രധാനപ്പെട്ടതാണ്. 5 കാര്യങ്ങളാണ് മക്കൾ നന്നാവാൻ മാതാപിതാക്കൾ ചെയ്യേണ്ട കാര്യങ്ങൾ. 5 കാര്യങ്ങൾ. ഒന്നാമത്തെ കാര്യം ഒരു നല്ല പേരിടണം. ഒരു നല്ല പേരിടണം. പേരിനനുസരിച്ചാണ് ഏതൊരാളുണ്ടാവുക. നല്ലൊരു പേര്. നല്ല പേര് പറഞ്ഞാല് കേൾക്കാൻ രസമുള്ളതായിരിക്കണം, ഉച്ചരിക്കാൻ പറ്റുന്നതായിരിക്കണം, ഭംഗിയുള്ള പേരായിരിക്കണം, നല്ല അർത്ഥമുണ്ടായിരിക്കണം, ചരിത്രവുമായി അതിന് ബന്ധമുണ്ടായിരിക്കണം. എന്ത് പേര് എന്നതിനേക്കാൾ പ്രാധാന്യമുണ്ട് ആരുടെ പേര് എന്നതിന്. മനുഷ്യന്മാരെ, ബാക്കിലുള്ളവരെ, മുമ്പിലുള്ളവരെ, ഞാൻ മുന്നിക്ക് മാത്രമേ നോക്കണുള്ളൂ എന്ന് കരുതിയിട്ട് ബാക്കിലുള്ളവർ ഇങ്ങോട്ട് നോക്കാതിരിക്കരുത്. ഇങ്ങോട്ട് നോക്കണം എല്ലാവരും. എവിടുന്നപ്പോൾ ഒരു ഒച്ച കേൾക്കണത്? വളണ്ടിയർമാരല്ലല്ലോ. അല്ല അല്ല ഓലല്ല. മൻ്റെ ഒച്ചക്ക് പിന്നെ നമുക്കൊരു പരിഹാരവും ഇല്ല. അതേ സമയത്ത് ആൾക്കാരെ ഒച്ചക്ക് പരിഹാരം ഉണ്ടായെങ്കിലല്ലേ പറ്റുള്ളൂ. ശരിയായിട്ടുണ്ട്. ഒരു യാനബി എല്ലാവരും ചൊല്ലി. യാനബി സലാം അലൈക്കും, സലാം അലൈക്കും, യാ ഹബീബ് സലാം അലൈക്കും, അലൈക്കും. ഒരു വരിയല്ലേ? അശ്റഖൽ ബദ്റു അലൈനാ ഫഖ്തഫത് മിൻഹുൽ ബുദൂറു മിസ്ല ഹുസ്നിക മാ റഅയ്നാ ഖത്തു യാ വജ്ഹ സുറൂരി യാ നബി. യാ ഹബീബ് സലാം അലൈക്കും, സലവാത്തുല്ലാഹ് അലൈക്കും. നോക്കിയെല്ലാരും മുഅ്മിനീങ്ങളെ, 5 കാര്യങ്ങളാണ് മക്കൾ നന്നാവാൻ ചെയ്യേണ്ടത്. അതിലൊന്നിപ്പോൾ ഞാൻ പറഞ്ഞിട്ടുണ്ട്, മാതാപിതാക്കൾ മക്കൾക്ക് വേണ്ടി മനസ്സറിഞ്ഞു തുറക്കണം. പക്ഷെ അത് 5-മത്തേതാണ്. 4 അതിൻ്റെ മുന്നുണ്ട്. ഒന്നാമത്തേത് ഒരു നല്ല പേരിടണം എന്നതാണ്. ഏത് മനുഷ്യനും അവൻ്റെ പേരിനനുസരിച്ചാണ് ഉണ്ടാവുക. ഒരാളോട് എൻ്റെ പേരെന്താന്ന് ചോദിച്ചാൽ മനസ്സിലാവും ബാക്കി എന്തൊക്കെയാണ്. ഏത് മനുഷ്യനും. ഇത് ഞാൻ വെറുതെ പറയല്ല കേട്ടോ. അബൂബക്കർ എന്ന് വാപ്പ പേരിട്ടിട്ടുണ്ടെങ്കിൽ ഏറ്റവും ചുരുങ്ങിയത് ജോയിന്റ് സെക്രട്ടറി എങ്കിലോ. പേര് വളരെ പ്രധാനപ്പെട്ടതാണ്. ഏത് മനുഷ്യനും അവൻ്റെ പേരിനനുസരിച്ചാണ് ഉണ്ടാകുക. അപ്പൊ പേര് പറയാൻ ഭംഗിയുള്ളതായിരിക്കണം, കേൾക്കാൻ ഭംഗിയുള്ളതായിരിക്കണം, നല്ല അർത്ഥമുള്ളതായിരിക്കണം. എന്നാൽ അതിനേക്കാൾ പ്രധാനപ്പെട്ടതാണ് ചരിത്രവുമായി ബന്ധമുണ്ടായിരിക്കണം. എന്ത് പേരാണ് എന്നതിനേക്കാൾ പ്രാധാന്യമുണ്ട് ആരുടെ പേരാണ് എന്നതിന്. ബദരീങ്ങളുടെ പേരിട്ടു. ബദരീങ്ങളുടെ പേരിട്ടാല് ബദരീങ്ങളുമായിട്ടുണ്ടാവും. മുഹ്യിദ്ദീൻ ഷേഖിന്റെ പേരിട്ടാല് മുഹ്യിദ്ദീൻ ഷേഖിനോടാണ് ബന്ധമുണ്ടാവുക. ഉമർ റളിയല്ലാഹുവിന്റെ പേരിട്ടാല് അതിനനുസരിച്ചുണ്ടാവും. അലി റളിയല്ലാഹുവിന്റെ പേരിട്ടാല് അതിനനുസരിച്ചുണ്ടാവും. വല്ലിപ്പാന്റെ പേരിട്ടാല് വല്ലിപ്പാന്റെ മാതിരിണ്ടാവും. എന്തോ ഒരു അസ്വസ്ഥത നിലനിൽക്കുന്നുണ്ട്. എന്താന്ന് എനിക്ക് മനസ്സിലാവണില്ല. ഈ സദസ്സിൽ ഇപ്പോൾ സംസാരിക്കുന്നത് ആകെ 2 പേരാണ്. ഒന്നൊരു ടീഷർട്ട് ഇട്ട ആളും 2 അതിൻ്റെ അടുത്തിരിക്കുന്ന ആളും. തെരഞ്ഞോക്കണ്ട അങ്ങോട്ട് നോക്കിയാൽ മതി, ഇന്ന് നോക്കിയാൽ മതി. വൈകുന്നേരം എല്ലാവരും വർത്താനം തുടങ്ങിയപ്പോൾ പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങോട്ട് നോക്കിയ എല്ലാവരും. അത് അപ്പം അങ്ങനെയായിരുന്നു എന്ന്. ഇനി അങ്ങനെയൊന്നല്ല, ഞാൻ പറയാൻ തുടങ്ങുന്ന സമയത്ത് അങ്ങനെയായിരുന്നു. അതാണ്
നിങ്ങൾ ചിലപ്പോൾ നിങ്ങൾക്ക് തോന്നുന്നുണ്ടാവും ഞങ്ങളെല്ലാവരും നോക്കണില്ല എന്നിട്ടോ. പക്ഷെ അങ്ങനെയല്ല, ഞാൻ ഓരോരുത്തരെയും നോക്കുന്നുണ്ട്. അതുകൊണ്ട് എല്ലാവരും ഇങ്ങോട്ട് നോക്കിയിരുന്നാൽ മതി. ഇവിടെ വയലറിയാൻ വന്ന ആൾ ഞാനാണ്, അതുകൊണ്ട് ഇന്നെ നോക്കണം. എന്നാൽ നോക്കിയാൽ മാത്രമേ പറയുള്ളൂ, അല്ലെങ്കിൽ പറയില്ല. അതുകൊണ്ട് ഇങ്ങോട്ട് നോക്കി. അല്ലെങ്കിൽ ഇങ്ങനെ കുറേ ബെയ്ത്തൊക്കെ ചൊല്ലി ആനബിയൊക്കെ ചൊല്ലി സമയം കഴിയുമ്പോൾ ദ്വാരങ്ങാണ്ട് ഞാനാണ് നിർത്തും. അതാണ് ഉണ്ടാകുക. അതുകൊണ്ട് ഇങ്ങോട്ട് നോക്കി എല്ലാവരും നോക്കി. അന്ത ഉമ്മുൻ അം അബൂൻ മാ റഅയ്നാ ഫീഹിമാ മിസ്ല ഹുസ്നിക ഖത്തു യാ സയ്യിദി ഖൈറൻ നബി ലാ ഇലാഹ ഇല്ലല്ലാഹു ലാ ഇലാഹ ഇല്ലല്ലാഹ് ലാ ഇലാഹ ഇല്ലല്ലാഹു മുഹമ്മദുർ റസൂലുള്ളാഹ്. 5 കാര്യങ്ങൾ. 1, നല്ല പേരിടണം. പേര് ആരുടെ പേര് എന്നത് പ്രധാനമാണ്. ബദരീങ്ങളുടെ പേര് നമ്മൾ ഇട്ട് കഴിഞ്ഞിട്ടൊന്നുമില്ല, ഇനിയും കുറെ ബാക്കിയുണ്ട്. സംഗതി 313 ആളുള്ളൂ പറഞ്ഞിട്ട് കാര്യമില്ല. നമ്മൾ ആരും ഇടാത്ത ഒരുപാട് പേര് ഇഞ്ഞു അതിലുണ്ട്. ഒരുപാട് പേര് ഞാൻ നോക്കിയപ്പോൾ കണ്ടിട്ടുണ്ട്, കുറേ പേരുണ്ട്. എൻ്റെ ഒരു സുഹൃത്തുണ്ടായിരുന്നു ഇവിടെ പഠിക്കൽ പറഞ്ഞിടത്ത് ഇക്ബാൽ, നമ്മളെ നല്ലൊരു മരണപ്പെട്ടു ഇക്ബാൽ, അള്ളാഹു മഗ്ഫിറത്ത് കൊടുക്കട്ടെ. ഓന് കുട്ടികളുണ്ടായാൽ, ആൺകുട്ടികളാണ് എല്ലാവരും, മക്കളുണ്ടായാൽ സബീനൻ തുറന്നിട്ട് ബദരീങ്ങളുടെ പേര് നോക്കലാണ്. ഒരു കുട്ടിയുടെ പേര് മിഖ്ദാദാണ്, ഒരു കുട്ടിയുടെ പേര് കൈസാണ്. അങ്ങനെ സബീന നോക്കിയിട്ട് ബദരീങ്ങളുടെ പേരിൽ നോക്കിയിട്ട് ഏറ്റവും ആകർഷണീയമായി തോന്നുന്ന ഒരു പേരിടും, ബദരീങ്ങളുടെ പേര്. ചരിത്രം വളരെ പ്രധാനമാണ്. ആരുടെ പേരാണ് എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം തന്നെയാണ്. അതാണ് 1ാമത്തെ കാര്യം. 2ാമത്തെ കാര്യം ദീനിയും ദുന്യവിയുമായ ഇൽമ് പഠിപ്പിക്കണം എന്നതാണ് 2ാമത്തെ കാര്യം. ദീനിയായ ഇൽമും പഠിപ്പിക്കണം, ജീവിക്കാൻ ആവശ്യമായ വിവരവും പഠിപ്പിക്കണം. ദീൻ പഠിപ്പിക്കണം, ലൗകികം ഭൗതികവും പഠിപ്പിക്കണം. അങ്ങനെ ദീനിയും ദുന്യവിയുമായ ഇൽമ് പഠിപ്പിക്കണം. ഭൗതികമായ വിജ്ഞാനം എത്രയുണ്ടോ അതിനനുസരിച്ച് ദീനും പഠിപ്പിക്കണം. അത് പഠിപ്പിച്ചുകൊണ്ടേ ഇരിക്കേണ്ടി വരും. എന്നാണോ ഭൗതിക പഠനം അവസാനിക്കുന്നത് അന്ന് മതപഠനവും അവസാനിപ്പിക്കാം. സൗകര്യങ്ങൾ ഉപയോഗപ്പെടുത്താം, പല സൗകര്യങ്ങളുണ്ട്. ഓൺലൈൻ സംവിധാനമുണ്ട്. സമസ്ത കേരള ഇസ്ലാം മത വിദ്യാഭ്യാസ ബോർഡ് പുതിയ ഓൺലൈൻ മദ്രസ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. സൗകര്യങ്ങളുണ്ട്. അവ സൗകര്യങ്ങൾ ഉപയോഗപ്പെടുത്തി മതപരവും ഭൗതികവുമായ വിജ്ഞാനം പഠിച്ചുകൊണ്ടേയിരിക്കണം. ചുരുങ്ങിയത് 21 വയസ്സ് വരേക്കെങ്കിലും മതപരവും ഭൗതികവുമായ വിജ്ഞാനം പഠിപ്പിച്ചുകൊണ്ടേയിരിക്കണം. 2ാമത്തെ കാര്യം. 3ാമത്തെ കാര്യം, ഹലാലും ത്വയ്യിബുമായ ഭക്ഷണം മാത്രം കഴിക്കാൻ കൊടുക്കണം. ഹലാല് ത്വയ്യിബ്, എല്ലാ ഹലാലുകളും ത്വയ്യിബാവൂല, എല്ലാ ത്വയ്യിബുകളും ഹലാലായിരിക്കും. ത്വയ്യിബ് എന്ന് പറഞ്ഞാൽ മനസ്സിന് സംതൃപ്തിയോടുകൂടെ നൽകുന്നതിനാണ് ത്വയ്യിബ് എന്ന് പറയാം. സംതൃപ്തി ഇല്ലാതെ കിട്ടുന്നത് ഹലാലാണെങ്കിൽ പോലും ത്വയ്യിബാവൂല. ഹലാല് പലതും ആവും, പക്ഷെ ത്വയ്യിബാവൂല. അതായത് എങ്ങനെ ഇപ്പം നമ്മൾ പറയാം, നമ്മളൊരു സാധനം വിറ്റു, ഒരാളത് വാങ്ങിയ ആൾക്ക് തൃപ്തിയായില്ല എങ്കിൽ വിറ്റത് ഒറിജിനൽ വിലയും ഒറിജിനൽ ലാഭമൊക്കെ വാങ്ങിയിട്ടാണെങ്കിൽ പോലും ത്വയ്യിബായിരിക്കൂല. അപ്പോൾ വാങ്ങിയവൻ, അതായത് പണം നൽകുന്നവന്റെ മനസ്സിന്റെ സംതൃപ്തിയാണ് ത്വയ്യിബ് എന്ന് പറഞ്ഞാൽ. പണം നൽകുന്നവന്റെ അല്ലെങ്കിൽ പണം ചെലവഴിക്കുന്നവന്റെ മനസ്സിന്റെ സംതൃപ്തി, അതിനെയാണ് ത്വയ്യിബ് എന്ന് പറയാം. അതിന് ഞാൻ ഉദാഹരണം പറയലുണ്ട്. നമ്മളൊക്കെ നാടുകളിൽ പഴയ കാലത്ത് പല ദർസുകളൊക്കെ നാടാണുള്ളത്. മുമ്പൊക്കെ പള്ളിയിലൊക്കെ പഠിപ്പിക്കുന്ന മുദരിസുമാർക്കൊക്കെ ചില പ്രത്യേക വീടുകളിൽ നിന്ന് മാത്രമാണ് ചെലവ് കൊണ്ടുവരിക. മഹലിലെ എല്ലാ വീട്ടിൽ നിന്നും ഉണ്ടാവില്ല. ചില പ്രത്യേക അതിന് വേണ്ടി തിരഞ്ഞെടുക്കുന്ന തയ്യാറായി വരുന്ന, പ്രത്യേകിച്ച് അത് കൃഷിയുള്ള വീടുകളായിരിക്കും. കൃഷി ഉണ്ടാകുമ്പോൾ ഭക്ഷണത്തിനൊരു ബുദ്ധിമുട്ടുണ്ടാവില്ല. കൂട്ടാൻ തൊടുവെന്ന് പറിക്കണതാണ്. പിന്നെ ഉണക്കൽ മീനൊക്കെയാണ് വേണ്ടത്. അതിന് കുറച്ച് നെല്ല് വിറ്റാൽ അതിനുള്ള പൈസ ഉണ്ടാവും. ഇങ്ങനെ കൃഷിയുള്ള വീടുകളിൽ നിന്നാണ് ഭക്ഷണം കൊണ്ടുവരിക. ഒരു പള്ളിൻ്റെ മൂത്രപ്പര പൊളിച്ച് പണിയെടുക്കുന്നുണ്ട്,
അതിനെന്തേലും സംഭാവന തരണം എന്ന് പറഞ്ഞാൽ ഓരോരുത്ത് ഉണ്ടാവില്ല. അതേ സമയത്ത് പള്ളിയിൽ 2 മൂല്യന്മാരുണ്ട്, അവർക്ക് ചെലവ് കൊടുക്കണം എന്ന് പറഞ്ഞാൽ ആയിക്കോട്ടെ, അതിന് കുഴപ്പമില്ല, കാരണം അത് അവിടെ ഉണ്ട്. അപ്പൊ അവർ സംതൃപ്തിയോടുകൂടെ കൊടുക്കുന്ന ഭക്ഷണം, ഇതാണ് തൊയ്യിബായ ഭക്ഷണം എന്ന് പറഞ്ഞത്. പിന്നെ അതിന്റെ ശേഷം ഇപ്പൊ നമ്മളൊക്കെ കമ്മിറ്റിയിൽ വന്നു. അപ്പൊ ഞാൻ കമ്മിറ്റിക്കാരനാണ്, നമ്മളൊക്കെ ആയി. അപ്പൊ നമ്മൾ എന്ത് തീരുമാനം എടുത്തു? എല്ലാ പെരയിലും ചെലവാണ്, അല്ലെങ്കിൽ മയ്യത്ത് കൊണ്ടുവരണ്ടാന്ന് തീരുമാനിച്ചു. അപ്പൊ ചെലവെടുക്കൽ എങ്ങനെ അയച്ചാൽ ഇപ്പൊ പണ്ടാറടക്കാന് നാളെ ഇപ്പൊ പള്ളിക്കത്തെ മൂലയിലെ ചെലവാണ് എന്ന് വിചാരിച്ചിട്ടാണ് കൊടുക്കണത്. തൊയ്യിബാവൂല, കാരണം പണ്ടാറടക്കാനാണ് കൊടുക്കണത് എന്നുള്ളതാണ് പ്രശ്നം. ഹലാലാവും, കാരണം അയാൾ ഇവിടെ ജോലി ചെയ്യല്ലേ. ജോലി ചെയ്യുമ്പോൾ ഹലാലാണ്, അയാൾക്ക് ഭക്ഷണം അയാളുടെ ശമ്പളത്തിൽ പറഞ്ഞിട്ടുള്ളതാണ്, അതുകൊണ്ട് ഹലാലാവും. തൊയ്യിബാവണമെങ്കിൽ കൊടുക്കുന്നവന്റെ മനസ്സിന്റെ സംതൃപ്തി വളരെ പ്രധാനപ്പെട്ടതാണ്. ഒരു ദിവസം ഇങ്ങനെ വൈകുന്നേരത്ത് ഒരു ഹോട്ടലിൽ ചായ കുടിക്കാൻ വേണ്ടി കയറി. ഇവിടെ തന്നെ നമ്മളെ കോട്ടക്കലുള്ളൊരു ഹോട്ടലിൽ ചായ കുടിക്കും. എൻ്റെ കൂടെ 1-2 ആൾക്കാരും കൂടി ഉണ്ട്. അപ്പൊ അങ്ങനെ ചായ പറഞ്ഞു, എന്താ കടിയെന്ന് ചോദിച്ചപ്പോൾ ഷവർമ്മ ഉണ്ട് പറഞ്ഞു. അന്നായിക്കോട്ടെ ഒരു 3 റോള് ഷവർമ്മ കൊണ്ടുവരികയായിരുന്നു. അങ്ങനെ ഷവർമ്മ കൊടുന്ന് ചായ കുടിച്ചിട്ട് ഇങ്ങനെ ഇരിക്കുമ്പോൾ കൂടുള്ള ഒരാള് വെയിറ്ററോട് പറഞ്ഞു, കുറച്ചുകൂടി മയോണീസ് വേണമെന്ന് പറഞ്ഞു. അപ്പൊ അയാൾ 2ാമത് മയോണീസ് കൊടുന്നപ്പോ അതിൽ മഴ പെയ്തിട്ട് ചോർന്നിക്കണു. മഴക്കാലമൊന്നുമല്ല എന്നിട്ടും. അപ്പൊ എന്താ സംഭവിച്ചാൽ ആ സാധനം പിന്നെ തിന്നാൻ പാടില്ല. കാരണം നൽകുന്നവൻ സംതൃപ്തിയോടുകൂടെയല്ല നൽകുന്നത് എന്നതാണ് കാരണം. അത് ഹലാലാകും, അവകാശമാണ്. അതേ സമയത്ത് തൊയ്യിബാവൂല, കാരണം സംതൃപ്തിയോടുകൂടെയല്ല നൽകിയിട്ടുള്ളത് എന്നതാണ് കാരണം. ഇതാണ് തൊയ്യിബ് എന്ന് പറഞ്ഞ സാധനം, നൽകുന്നവന്റെ സംതൃപ്തിയാണ്. 1000 രൂപക്ക് പണിയെടുത്തു, 1500 റുപ്യക്ക് വാശി പിടിച്ചു, ഇല്ലെങ്കിൽ നാളെ ഞാൻ പണിക്ക് വരില്ലായിരുന്നു. നാളെ പണിക്ക് വന്നില്ലെങ്കിൽ മറ്റന്നാൾ കുടിയിരിക്കലാണ്, നടക്കൂല. അപ്പൊ എന്ത് തീരുമാനിച്ചു? ആയിക്കോട്ടെ 1500 എങ്കിൽ 1500, ആ 500 തൊയ്യിബാവൂല. എന്താ കാരണം? സംതൃപ്തിയോടുകൂടെ എല്ലാം നൽകിയത്. അതേ സമയത്ത് 1000 രൂപക്ക് പണിയെടുത്തു, 950 മതി എന്ന് പറഞ്ഞു, അല്ലെങ്കിൽ 1000 തന്നെ മതി എന്ന് പറഞ്ഞു. അപ്പോൾ നൽകുന്നവൻ റാഹത്തായിട്ട് കൊടുക്കും, അപ്പോൾ അത് തൊയ്യിബായിരിക്കുകയും ചെയ്യും. ഇതിങ്ങനെ ബാക്കിയുള്ളവർക്ക് ഇതിലേക്ക് കണക്ട് ചെയ്ത് മനസ്സിലാക്കുക. നമ്മുടെ ജീവിതത്തിൽ ഒരുപാട് ഹലാലുകൾ തൊയ്യിബല്ലാതെ പോകുന്നുണ്ട്. ഒരു കാരണവശാലും അങ്ങനെയുള്ള സാധനം ഭക്ഷണമായി ഉപയോഗിക്കാൻ പാടില്ല. ഇതാണ് ഞാൻ പറയുന്ന ആശയം. ഭക്ഷണം പട്ടിണി കിടന്നാലും ശരി തൊയ്യിബല്ലാത്തത് ഉപയോഗിക്കാൻ പാടില്ല. സ്വന്തമായിട്ട് ഉപയോഗിക്കരുത്, ഭാര്യ സന്താനങ്ങൾക്ക് കൊടുക്കരുത്, എങ്കിൽ മാത്രമേ അവർ സ്വാലിഹീങ്ങളായി മാറുകയുള്ളൂ. അപ്പൊ ഒന്നാമത്തേത് നല്ല പേരിടണം, രണ്ടാമത്തേത് ദീനിയും ദുന്യവിയുമായ ഇൽമ പഠിപ്പിക്കണം, മൂന്നാമത്തേത് ഹലാലും തൊയ്യിബുമായ ഭക്ഷണം കൊടുക്കണം, നാലാമത്തെ കാര്യം മാതാപിതാക്കൾ മക്കളുടെ സ്വഭാവത്തെ നന്നാക്കിയെടുക്കണം. അതായത് സ്വഭാവം എന്ന് പറഞ്ഞാൽ പഠിക്കുന്നതല്ല, കണ്ട് മനസ്സിലാക്കുന്നതാണ്. സ്വഭാവം ബുക്ക് വായിച്ചിട്ടൊന്നും നേരാവൂല. സ്വഭാവം എന്ന് പറഞ്ഞ സാധനം കണ്ടുപഠിക്കുന്ന സാധനമാണ്. വാപ്പ എങ്ങനെയാണ് ചെയ്യുന്നത്, ഉമ്മ എങ്ങനെയാണ് ചെയ്യുന്നത് എന്ന് നോക്കിയിട്ടാണ് പഠിക്കുന്നത്. 4ാം ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു കുട്ടി 4ാം ക്ലാസ് മദ്രസയിൽ വന്നിട്ട് അടുത്തിരിക്കുന്ന കുട്ടിനെ 4 കാലും വാലുള്ള സാധനത്തിന്റെ പേരാണ്ട് വിളിച്ചാല് പെരേന്ന് ഒന്നുകിൽ ഉമ്മ വാപ്പാനെ വിളിക്കണത് കേട്ടതാണ്, അല്ലെങ്കിൽ വാപ്പ ഉമ്മാനെ വിളിക്കണത് കേട്ടതാണ്. അല്ലാതെ ഈ സ്വഭാവം വരൂല. സ്വഭാവം എന്ന് പറയുന്നത് കണ്ടുപഠിക്കുന്ന സാധനമാണ്. മാതാപിതാക്കളുടെ സ്വഭാവത്തിൽ നിന്നാണ് മക്കളുടെ സ്വഭാവം ഉണ്ടായി വരുന്നത്. അതുകൊണ്ട് സ്വഭാവത്തിന്റെ പരിപാലനം ചെയ്യണം. അത് നിരന്തരമായ പരിശീലനങ്ങളിലൂടെ നേടിക്കൊടുക്കണം. മദ്രസന്റെ അടുത്ത് കൂടെ ഇങ്ങനെ വാപ്പൻ മകനും കൂടിയും കയ്യും പിടിച്ചിങ്ങാണ്ട് പോവുകയാണ് മദ്രസന്റെ അടുത്ത് കൂടെ. അപ്പോൾ മോൻ വാപ്പാട് പറഞ്ഞു, വാപ്പ ഇന്റെ മദ്രസയാണിത് എന്ന് പറഞ്ഞു. എന്നാൽ വാപ്പ അപ്പോൾ പറയണം, മോനെ ഇന്റെ മദ്രസ എന്ന് പറയരുത്, ഞങ്ങളെ മദ്രസയാണെന്ന്. അതാണ് ഈ സ്വഭാവം എന്ന് പറഞ്ഞ സാധനം. ഇന്റെ മദ്രസ എന്ന് പറയല്ല മോനെ, ഞങ്ങളെ മദ്രസ എന്ന് പറയാൻ. സംഭവം വളരെ നിസ്സാരാണ്, പക്ഷെ ആ കുട്ടിയുടെ സ്വഭാവം അതിനനുസരിച്ചാണ് രൂപപ്പെട്ടു വരിക. ഇങ്ങനെ പറഞ്ഞും കാണിച്ചും
ഗുരുനാഥന്മാരോടുള്ള പെരുമാറ്റമൊക്കെ അങ്ങനെയാണ് കിട്ടുന്നത്. ഒരു ദിവസം 3ാം ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടി സ്കൂള് വിട്ട് വീട്ടിൽ വന്നപ്പോ പറഞ്ഞു, വാപ്പ അല്ലെങ്കിൽ ഉമ്മ, ഞങ്ങളെ സ്കൂളിലെ ഹെഡ്മാഷ എല്ലാരും ചേനത്തലേന്നാണ് വിളിക്കല് എന്ന് പറഞ്ഞു. ആള് കഷണ്ടിയാണ്. അതില് വാപ്പ ചോദിക്കാണ്, എന്തേജ് പറഞ്ഞത്? അപ്പൊ അവൻ പറഞ്ഞു, എല്ലാരും ചേനത്തലേന്നാണ് വിളിക്കണത് എന്ന് പറഞ്ഞു. അതിൽ വാപ്പ പറഞ്ഞു, അത് അയാൾക്ക് പറ്റിയ പേരെന്നെയാണ്. ഏത്? ഇവന്റെ സിറാത്ത് പാലം കിടക്കുമ്പോ ഈ കുട്ടി കയ്യമ്മ പിടിച്ചത്ര ഓലത്തും. അത് അപ്പ തിരുത്തി കൊടുക്കണം, അപ്പ തിരുത്തണം. മോനെ, ഗുരുനാഥന്മാരെ കുറിച്ച് അങ്ങനെ പറയാൻ പാടില്ല, വാപ്പക്ക് അത് ഇഷ്ടമല്ല. അതുകൊണ്ട് ഒരിക്കൽ അത് നിമിഷം തിരുത്തി കൊടുത്തില്ലെങ്കിൽ ആ കുട്ടിയുടെ ജീവിതം മൊത്തം അങ്ങനെ പോവുള്ളൂ. ഗുരുനാഥനെ ഇൻസൾട്ട് ചെയ്ത ആളുടെ ഒജീനം മുടങ്ങും, അവന്റെ ആക്തിപത്ത് ചീത്തയായിരിക്കും. ഗുരുനാഥനെ ചീത്ത പറയുന്ന ആള് സൂപ്പർ മാർക്കറ്റ് തുടങ്ങിയിട്ട് എടുക്കെത്തിയില്ല, കണ്ണടപ്പീട് തുടങ്ങിയിട്ട് എടുക്കെത്തിയില്ല, ഗൾഫ് പോയിട്ടൊന്നും ആയില്ല, അരിക്കച്ചവടം ചെയ്തിട്ട് എടുക്കെത്തിയില്ല, റോഡ് പണി എടുത്തു നോക്കി എടുക്കെത്തിയില്ല, കോൺക്രീറ്റ് എടുത്തു എടുക്കെത്തണില്ല, പലയിടത്തും പൈസ കൊടുത്തു, അതിന് ഇങ്ങോട്ട് കിട്ടില്ല. അങ്ങനെ ഭക്ഷണം കഴിക്കാൻ വേണ്ടി കടയിൽ നിന്ന് സാധനം വാങ്ങുന്നത് കടമായി വന്നു. ഒജീനം കടമായി വരുന്നുണ്ടെങ്കിൽ നിർബന്ധമായും പരിശോധിക്കണം ഏത് ടീച്ചറെ സാരിയിലേക്കാണ് മഷി കുടഞ്ഞിട്ടുള്ളത് എന്നത്. ഗുരുവിനെ ഇൻസൾട്ട് ചെയ്തവന് മാത്രമേ ഒജീനം തടയപ്പെടുകയുള്ളൂ. ഇതൊക്കെ വാപ്പാന്റെ അടുത്തും ഉമ്മാന്റെ അടുത്തും കേട്ട് പഠിക്കുന്നതാണ്. അതിനാൽ ഗുരുനാഥന്മാരെ ഇൻസൾട്ട് ചെയ്യുന്ന സ്വഭാവം സമ്മതിക്കാൻ പാടില്ല. മാതാപിതാക്കളുടെ പെരുമാറ്റം കണ്ടാണ് സ്വഭാവം പഠിക്കുന്നത്. 5 സെന്റ് സ്ഥലം അതിലൊരു ചെറിയ പെരിയായപ്പോഴേക്ക് ഉച്ചക്കും രാവിലെയും വൈകുന്നേരം തറവാട്ടിലുള്ള ഉമ്മാനെയും ബാപ്പാനെയും കുട്ടികളെ മുമ്പിൽ വെച്ച് മോശമാക്കി സംസാരിച്ചാൽ ദൂരവ്യാപകമായ പ്രത്യാഘാതം ഇവന്റെ മാതാപിതാക്കൾ അനുഭവിക്കേണ്ടി വരും. നമ്മളെ വാപ്പാനോടും ഉമ്മാനോടും എങ്ങനെ പെരുമാറുന്നു എന്നത് മാത്രമേ നമ്മളെ മക്കളിൽ നിന്ന് തിരിച്ചു ലഭിക്കുള്ളൂ. ചരിത്രത്തിൽ ഏറ്റവും അറിയപ്പെടുന്ന ഒരു മനുഷ്യനായിരുന്നു ബഹുമാനപ്പെട്ട ലുക്മാനുൽ ഹക്കീം റളിയല്ലാഹു അൻഹു. മഹാനായ ലുക്മാനുൽ ഹക്കീം റളിയല്ലാഹു അൻഹു തന്റെ മകന് കൊടുത്ത ഉപദേശങ്ങൾ രേഖപ്പെടുത്താൻ വേണ്ടി പരിശുദ്ധ ഖുർആനിൽ ഒരു അധ്യായം നിലവിൽ വന്നിട്ടുണ്ട്, സൂറത്തുൽ ലുക്മാൻ. എന്താ ഈ ലുക്മാന്റെ പ്രത്യേകത? ഈ ലുക്മാന് പ്രായമായ ഒരു ഉമ്മയുണ്ടായിരുന്നു. സയ്യിദുനാ ലുക്മാൻ റളിയല്ലാഹു അൻഹുവിന് പ്രായമായ ഒരു ഉമ്മയുണ്ടായിരുന്നു. എന്നും രാവിലെ ലുക്മാൻ ജോലിക്ക് പോകുമ്പോ ഉമ്മയോട് ചോദിക്കും, ഉമ്മ, ലുക്മാൻ നിങ്ങൾക്ക് വേണ്ടിയാണ് ജോലിക്ക് പോണത്, വൈകുന്നേരം വരുമ്പോ ഉമ്മാക്ക് എന്താ കൊണ്ടുവരേണ്ടത് എന്ന് ചോദിക്കും. അപ്പൊ എന്നും ഉമ്മ എന്തേലും ഒന്ന് പറയും, അത് കൊടുന്നു കൊടുക്കും വൈകുന്നേരം വരുമ്പോ. ഇങ്ങനെ ഉമ്മാക്ക് പ്രായം കൂടി വന്നു, പ്രായത്തിന്റെ അസ്വസ്ഥതകൾ തുടങ്ങി. പ്രായം കൂടി വന്നാല് സംസാരത്തിനൊക്കെ ചില വ്യത്യാസങ്ങളൊക്കെ വരും. അങ്ങനെ ഉമ്മാക്ക് പ്രായത്തിന്റെ അസ്വസ്ഥത തുടങ്ങി. ഒരു ദിവസം ലുക്മാന് രാവിലെ ജോലിക്ക് പോകാൻ വേണ്ടി തയ്യാറായിട്ട് ഉമ്മാന്റെ അടുത്ത് എന്നിട്ട് ചോദിച്ചു, ഉമ്മ, ലുക്മാൻ ജോലിക്ക് പോവുകയാണ്, വൈകുന്നേരം വരുമ്പോ ഉമ്മാക്ക് എന്താ കൊണ്ടുവരേണ്ടത് എന്ന് ചോദിച്ചു. അതിൽ ഉമ്മ പറഞ്ഞു, മോനെ, സ്വർഗത്തുനിന്ന് ഒരു പിടി മണ്ണുകൊണ്ടു പറഞ്ഞു. അതിൽ ലുക്മാൻ റളിയല്ലാഹു അൻഹു ഇമ്മാന്റെ കാലിലോട്ടുനിന്ന് ഒരു പിടി മണ്ണെടുത്താണ് കൊടുത്തിട്ട് പറഞ്ഞു, ഇതന്നെയാണ് ഉമ്മ സ്വർഗത്തിലെ ഒരു പിടി മണ്ണ്, ലുക്മാൻ ഇന്ന് ജോലിക്ക് പോണില്ല പറഞ്ഞു. ആ മനുഷ്യൻ തന്റെ മകന് കൊടുത്ത ഉപദേശം പരിശുദ്ധ ഖുർആൻ രേഖപ്പെടുത്തിയിട്ടുണ്ട്. ആ സൂറത്തിന്റെ പേരാണ് സൂറത്തുൽ ലുക്മാൻ. സ്വന്തം മക്കളെ ഉപദേശിക്കാനുള്ള യോഗ്യത ഉണ്ടാവണമെങ്കിൽ അവനാന്റെ അമ്മാനും പാപ്പാനും നോക്കിയിരിക്കണം എന്നതാണ് നിബന്ധന. അതുകൊണ്ട് ചെറിയ കാര്യമായി കാണരുത്. 5ാമത്തെ വിഷയമാണ് മാതാപിതാക്കൾ മക്കൾക്ക് വേണ്ടി മനസ്സറിഞ്ഞ് ദുആ ചെയ്യണം എന്നത്. പ്രത്യേകിച്ച് ഉമ്മാന്റെ ദുആ മക്കൾക്ക് വളരെ പ്രധാനപ്പെട്ടതാണ്. ഖൈറിന് വേണ്ടി മാത്രമേ ദുആ ചെയ്യാവൂ, ഷെറിന് വേണ്ടി ദുആ ചെയ്യാൻ പാടില്ല. അത് ദുആന്റെ പരിധിയിൽ വരികയും ഇല്ല. ഖൈറിന് വേണ്ടി അഭ്യർത്ഥിക്കുന്നതാണ് ദുആയുടെ പരിധിയിൽ വരുന്നത്. അതുകൊണ്ട് എന്തൊക്കെയായാലും ഖൈറിന് വേണ്ടി മാത്രമേ ദുആ ചെയ്യാവൂ. അങ്ങനെ നമ്മുടെ ജീവിതത്തെ നമ്മൾ ക്രമീകരിച്ച് നമ്മൾ ജീവിക്കുന്നത് നമ്മളെ മക്കൾക്ക് വേണ്ടിയാണ് എന്നുള്ള തിരിച്ചറിവിൽ നിന്ന് ഓല് കേടുന്ന പിന്നെ എന്താ നമുക്ക് ഇവിടെ ഉള്ളത് എന്ന് ചിന്തിച്ച് അങ്ങനെയൊക്കെയുള്ള നല്ല കാര്യങ്ങളിലൊക്കെ നമ്മൾ സമയം ചെലവഴിക്കണം. സർവശക്തനായ അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് നമ്മളെ എല്ലാവരെയും ഖൈറിന്റെ അഹ്ലുകാരിൽ ചേർക്കട്ടെ.